വിശ്വസിച്ചവർ കൂടെ നിൽക്കാതെ വന്നോ നിങ്ങൾക്ക്? അവരിൽ നിന്നും തിരിച്ചടി നേരിടേണ്ടി വന്നോ? ജീവിതത്തിൽ അവരെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞു? വിഷമിക്കണ്ട ട്ടോ. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. നമസ്കാരം, കൃഷ്ണാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നും ശ്രീലകത്ത് ശ്രീ ഗുരുവായൂരപ്പൻ വെണ്ണക്കണ്ണനായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. കുറേ ദിവസമായിട്ട് വെണ്ണം പിടിച്ചിരിക്കുക, വെണ്ണം പിടിച്ച് നിൽക്കുക, വെണ്ണയും മോടക്കോലും പിടിച്ച് നിൽക്കുക, ഇങ്ങനെ വെണ്ണകൃഷ്ണന്മാരുടെ ഒരു കളിയായിരുന്നു. ഇന്നലെ ആണെങ്കിലാണോ നല്ല ഭംഗിയുള്ള ഒരു ഉലൂകലബന്ധന കൃഷ്ണനായിരുന്നു. ഇന്നലെ ലൈവിൽ വന്നവരോടൊക്കെ ഞാൻ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈവിൽ വരാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ പറയുകയാണ്. ഉരലിൽ കെട്ടി നിൽക്കുന്ന കുഞ്ഞുണ്ണി കൃഷ്ണൻ നമ്മളിങ്ങനെ ഉരലിൽ കെട്ടിയിട്ടുണ്ട്, പിന്തിരിഞ്ഞിങ്ങനെ നോക്കില്ലേ, നമ്മളെ എന്നെ തിരിഞ്ഞു നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കുഞ്ഞുണ്ണി കൃഷ്ണനായിരുന്നു. ഇന്നത്തെ അലങ്കാരം ഞാൻ കണ്ടിട്ടില്ല, കേട്ടറിവാണ് വെണ്ണകൃഷ്ണനാണ് എന്ന്. എന്തായാലും വെണ്ണകൃഷ്ണന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. അപ്പൊ നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ നോക്കാം അല്ലേ. വെറ്റിലടക്കി വഴിപാട് നടത്തുന്നതിനെ കുറിച്ച് പറയാമോ? എത്ര രൂപയാണ് അതിന് ചിലവ് വരുന്നത്? വഴിപാട് കൗണ്ടറിൽ റെസിപ്റ്റ് ആക്കാമോ? ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ചോദ്യമാണ്, എന്നാലും എടുത്തതാണ്. ഒരു ദിവസത്തിന് വെറ്റിലടക്കി നീതിക്കാൻ 2 രൂപയാണ്. മിനിമം 30 ദിവസത്തിന് നീതിക്കണം എന്നാക്കിയിട്ടുണ്ട്. 15 ദിവസത്തിനായിരുന്നു, ഇപ്പോൾ മിനിമം 30 ദിവസത്തിന് നീതിക്കണം എന്നാക്കിയിട്ടുണ്ട്. അപ്പൊ 60 രൂപയേ ആവുള്ളൂ കേട്ടോ. മിനിമം ഷീട്ടാക്കാൻ 60 രൂപ. എത്ര വേണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. എത്ര ദിവസത്തേക്ക് വേണമെങ്കിലും ഷീട്ടാക്കാം. 21 ദിവസം പറ്റില്ല, 30 ദിവസം മിനിമം ആക്കി. അതുകൊണ്ട് 41 ദിവസത്തിനാവാം, 108 ദിവസത്തിനാവാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. വിവാഹാദിമംഗള കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ് വെറ്റിലടക്ക നീതിക്കല് പതിവുള്ളത് കേട്ടോ. അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടറിലാണ് ഇത് ഷീട്ടാക്കേണ്ടത്. അടുത്തതായിട്ട് പ്രിയദർശിനി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. സവിത നമസ്കാരം, എൻ്റെ മകന് വേണ്ടി അഹസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രസാദം എവിടെ നിന്ന് എപ്പോൾ കിട്ടും എന്നൊന്ന് പറയണം. ഇതും ഞാൻ കുറേ തവണ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളാണ്, എന്നാലും ഒന്നുകൂടി പറയുകയാണ്. അഹസ് അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടറിൽ നമ്മൾ നേരിട്ട് വന്ന് നമ്മുടെ ആ റെസിപ്റ്റിന്റെ പ്രിന്റ് ഔട്ട് എടുത്തത്, റെസിപ്റ്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റെസിപ്റ്റിന്റെ പ്രിന്റ് ഔട്ട് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്താൽ കഴിഞ്ഞാൽ അവർ അതിന്റെ കൂടെ ഒരു സ്ലിപ്പ് അറ്റാച്ച് ചെയ്തിട്ട് സീൽ വെച്ച് തരും. ആ സ്ലിപ്പ് കൊണ്ട് നമ്മൾ പ്രസാദ കൗണ്ടറിൽ അതാത് സമയത്ത് ചെന്ന് വാങ്ങാം. അതായത് രാവിലെ 5 മണി തൊട്ട് വാങ്ങാം. അതല്ലെങ്കിൽ നമുക്ക് ഉച്ച വരെയുള്ള പ്രസാദങ്ങൾ ഉച്ചയ്ക്കോ അതിനുശേഷം അത്താഴ പൂജയ്ക്ക് കഴിഞ്ഞിട്ട് കിട്ടുന്ന അവിലെ, അപ്പം, അട തുടങ്ങിയ പ്രസാദങ്ങൾ രാത്രിയിലോ അങ്ങനെയും വാങ്ങാം കേട്ടോ. 2 പ്രാവശ്യമായിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും വാങ്ങാം. അടുത്തതായിട്ട് അപർണ എസ് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. നമസ്കാരം സർ ചേച്ചി, ഓൺലൈനായിട്ട് കുറച്ച് വഴിപാടുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അമ്പലത്തിൽ വരുമ്പോൾ ഫോൺ കൊണ്ടുവന്നിട്ട് റെസിപ്റ്റ് കാണിച്ചു കൊടുത്തിട്ട് വേണോ പ്രസാദം വാങ്ങാൻ? റിപ്ലൈ തരണേ. ഫോൺ കൊണ്ടുവന്ന് റെസിപ്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രസാദം കിട്ടില്ല. അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് കൊണ്ടുവന്ന് തന്നെ കാണിച്ചാലേ നമുക്ക് പ്രസാദങ്ങൾ കിട്ടുള്ളൂ കേട്ടോ, അല്ലാതെ കിട്ടില്ല കേട്ടോ. അടുത്തതായിട്ട് ഷീജ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. സവിതാ, കൃഷ്ണനാട്ടം കലാകാരന്മാർ അവരുടെ സ്വഗൃഹങ്ങളിൽ പോകാറില്ലേ? അവർക്ക് സ്കൂൾ എഡ്യൂക്കേഷൻ ഒക്കെ ലഭിക്കുമോ? അവർക്ക് വിവാഹം ചെയ്യാൻ പാടില്ല എന്നുണ്ടോ? അവർ അമ്പലത്തിൽ പ്രസാദോട്ട് മാത്രമാണോ കഴിക്കുക? രാത്രിയിൽ ഇവർ കൃഷ്ണനാട്ടം അവതരിപ്പിക്കുമല്ലോ. അപ്പോൾ ഇവർ എങ്ങനെയാണ്, എപ്പോഴാണ് ഉറങ്ങുന്നത്? അവർക്ക് എപ്പോൾ വേണമെങ്കിലും നാലമ്പലത്തിൽ പ്രവേശിച്ച് ഭഗവാനെ ദർശിക്കാൻ സാധിക്കുമോ? അവര് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഒഫീഷ്യൽ സ്റ്റാഫ് ആയതുകൊണ്ട് തന്നെ അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സ്റ്റാഫിന്റെ വരിയിലൂടെ കടന്നുപോയി എപ്പോൾ വേണമെങ്കിലും ഗുരുവായൂരപ്പനെ തൊഴാനായിട്ട് സാധിക്കും. അത് അവർക്കുള്ള ഒന്നാമത്തെ ബെനിഫിറ്റ് ആണ്. പിന്നെ ചെറിയ കുട്ടികളെയാണ് കൃഷ്ണനാട്ടം കലാകാരന്മാരായിട്ട് സെലക്ട് ചെയ്യുക. 7 വയസ്സ് പ്രായത്തിലാണ് സെലക്ട് ചെയ്യുക. അപ്പോൾ അവരുടെ വിദ്യാഭ്യാസം നോക്കുന്നത് ആ സമയത്ത് ഗുരുകുല വിദ്യാഭ്യാസം പോലെ അവർക്ക് അവിടെ തന്നെ നിന്ന് പഠിക്കണം, വീട്ടിൽ പോകാനുള്ള അനുവാദം ആ കാലഘട്ടത്തിൽ ഇല്ല വെച്ചാലും ബേസിക് വിദ്യാഭ്യാസങ്ങളെല്ലാം കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ അവരെ നോക്കണത്. എത്ര വേണമെങ്കിലും പഠിക്കാൻ പറ്റും. ഒപ്പം തന്നെ ഇവർക്ക് ഈ ഒരു കലയും കൂടെ പോകണം എന്ന് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, ഒരു 25 വയസ്സൊക്കെ ആകുമ്പോഴേക്കും പെർമനന്റ് സ്റ്റാഫായി മാറാനുള്ള സാധ്യതയും ഉണ്ട്. സാധ്യത മാത്രമേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ 7 വയസ്സ് മുതൽ കല അഭ്യസിച്ചു തുടങ്ങി അവതരിപ്പിച്ചു തുടങ്ങുമ്പോൾ തന്നെ അവർക്ക് സാലറി ഒക്കെ കിട്ടുമെങ്കിലും മറ്റു ആനുകൂല്യങ്ങൾ കിട്ടണമെങ്കിൽ സ്ഥിരം സ്റ്റാഫ് ആവണം. ഈ സ്ഥിരം സ്റ്റാഫ് ആയി മാറാൻ കുറച്ച് സമയം എടുക്കാറുണ്ട്. അതിനുശേഷം അവർ പെർമനന്റ് കൃഷ്ണനാട്ടം കലാകാരന്മാരായി മാറി. അങ്ങനെയാണ്. അവർക്ക് പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമല്ല, അവർക്ക് പഠിക്കേണ്ടിടത്തോളം പഠിക്കാനും സാധിക്കും. അതുപോലെ തന്നെ
പക്ഷെ വീട്ടിൽ പോകാൻ എല്ലാ ദിവസവും അനുവാദമുള്ള ഇപ്പോൾ വരെ ഈ പഠിക്കുന്ന കാലത്തെ ചെറിയ കുട്ടികൾക്ക് മാത്രം കേട്ടോ. അത് കഴിഞ്ഞ് അവതരിപ്പിച്ച് തുടങ്ങിയാൽ അവർക്ക് വീട്ടിലൊക്കെ പോകാം. അടുത്തുള്ള വീട്ടിൽ ഉള്ള കുട്ടികളാണെങ്കിൽ വീട്ടിൽ പോവാം. അല്ല ഹോസ്റ്റൽ സമ്പ്രദായം പോലെ നിന്ന് ഇവിടെ തന്നെ താമസിക്കുന്ന കുട്ടികളാണെങ്കിൽ അങ്ങനെ നിൽക്കാം. അത് അവരുടെ ഇഷ്ടമാണ് കേട്ടോ. ഇനി അവർ പ്രസാദമായിട്ട് മാത്രമാണോ ഭക്ഷണം കഴിക്കുക അങ്ങനെയൊന്നുമില്ല. അവർക്ക് പുറത്തു നിന്നും ഭക്ഷണം കഴിക്കാം. അവർക്ക് വിവാഹം കഴിക്കാൻ പാടില്ല അങ്ങനെ ഒരു നിയമമേ ഇല്ല. അവർക്ക് വിവാഹമൊക്കെ കഴിക്കാം കേട്ടോ. എല്ലാവരും ഒരുവിധം എല്ലാവരും വിവാഹിതരാണ്. അതിൽ കാണുന്ന ചെറിയ കുട്ടികളടക്കം എന്ന് വെച്ചാൽ ഒരു 10-25 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് സെറ്റിൽഡ് ആവാറുണ്ട്. ശ്രീദേവി എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട്, സവിത ഗുരുവായൂരിൽ വേലിയോത്ത് എന്നൊരു വഴിപാടുണ്ടോ? ഞാൻ കുറേ പേരായി എന്നോട് ചോദിക്കുന്നു വേലിയോത്ത്. അങ്ങനെ ഒരു വഴിപാട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ല. വേലിയോത്ത് എന്ന് പറഞ്ഞാൽ അതൊരു മന്ത്രമാണ്. ആ മന്ത്രം ചൊല്ലി അർച്ചന ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ സമ്പ്രദായം. പക്ഷെ അത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടത്തി വരുന്ന ഒരു വഴിപാടേ അല്ല. അത് ഏതെങ്കിലും മറ്റു ക്ഷേത്രത്തിൽ നടത്തുന്ന അല്ലെങ്കിൽ നടത്തപ്പെട്ട ഏതെങ്കിലും ഒരു ഭക്തയോ അല്ലെങ്കിൽ അത് ചെയ്തു കൊടുക്കുന്ന മേൽശാന്തിയോ പറഞ്ഞതായിരിക്കണം വേളിയോത്ത് എന്നൊരു കാര്യം. ഇങ്ങനെ ഒരു കാര്യം എൻ്റെ ചാനലിൽ പറഞ്ഞിട്ടുണ്ടോ എന്നും മറ്റുള്ളവർ ചോദിക്കാറുണ്ട്. എൻ്റെ ചാനലിൽ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. വേളിയോത്ത് എന്നൊരു വഴിപാട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിലവിലില്ല കേട്ടോ. അടുത്തതായിട്ട് സവിത, കണ്ണന്റെ പട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ മഞ്ഞ തുണിയാണോ? നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന 40 രൂപയ്ക്ക് കിട്ടുന്ന തുണിയാണോ മഞ്ഞപ്പട്ട് എന്ന് പറയുന്നത്? സംശയം കൊണ്ട് ചോദിച്ചതാണ്. ഗുരുവായൂരിൽ വന്നപ്പോൾ എൻ്റെ മകൻ പടിഞ്ഞാറ് വശത്ത് ആളുകൾ ഇരിക്കുമല്ലോ, അവൻ അവിടെ ഇരുന്നപ്പോൾ ഒന്നും ഇല്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ 2 മഞ്ഞ തുണി അവിടെ ഉണ്ടായിരുന്നു. ഞാനും ഈ തുണി കണ്ട് വീട്ടിൽ എടുത്തു കൊണ്ടുവന്നു. പിറ്റേ ദിവസം സവിതയുടെ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടു, അമ്പലത്തിൽ നിന്ന് ഒന്നും എടുക്കരുത് എന്ന്. അതുപോലെ ഏതോ ഒരു കുട്ടി എന്തോ ഒരു സാധനം അവിടെ നിന്ന് എടുത്തു കൊണ്ടുവന്നു. അത് എഴുതിയിട്ട് നോക്കിയിട്ട് എന്താണോ കിട്ടുന്നത് അതുപോലെ ചെയ്യണം എന്നും പറഞ്ഞു. അതുപോലെ ഞാനും എഴുതിയിട്ടപ്പോൾ എനിക്ക് തിരിച്ചു കൊണ്ടുവയ്ക്കണം എന്നാണ് കിട്ടിയത്. ഞാൻ അടുത്ത തവണ തിരിച്ചു പോയപ്പോൾ അടുത്ത തവണ പോയപ്പോൾ അവിടെ പട്ട് വെച്ചു. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ അവിടെ ഇരിക്കാൻ വന്ന അമ്മമാർ അതെടുത്ത് അവിടെ തുടയ്ക്കുന്നത് കണ്ടു. വല്ലാത്ത വിഷമം തോന്നി. കണ്ണൻ്റെ പട്ട് എന്താണ് എന്നൊന്നും വ്യക്തമാക്കി തരണേ. നിങ്ങൾ പറഞ്ഞ മഞ്ഞ ചെറിയ കഷ്ണം തുണി തന്നെയാണ് കണ്ണൻ്റെ മഞ്ഞപ്പട്ട് എന്ന് പറഞ്ഞ് കിട്ടുന്നത്. എന്നാൽ ഇതിലെ എല്ലാം ഒന്നും ചാർത്താനായിട്ട് ഉപയോഗിക്കാറില്ല. മിക്കവാറും ചാർത്താൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. പക്ഷെ നോക്കൂ, ഒരു ദിവസം തന്നെ 10,000-കണക്കിന് മഞ്ഞ തുണികൾ കിട്ടും ഭഗവാൻ ഇത് മാറ്റി മാറ്റി ചുറ്റാനുള്ള ഒരു സമയം വേണ്ട ഇത്രയും മഞ്ഞപ്പട്ടുകൾ. പക്ഷെ മിക്കവാറും ഒക്കെ അവർ അകത്തേക്ക് ഉപയോഗിക്കാൻ എടുക്കാറുണ്ട്. എല്ലാം ഒന്നും ചാർത്തിയ പട്ടാവില്ല എന്നുവെച്ചാലും പല 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 കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാറുണ്ട്. പല പല കാര്യങ്ങൾക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ണികൃഷ്ണന് കൊണ്ടുപോയി കൊടുത്തു. ഇനി അത് ഉണ്ണികൃഷ്ണൻ എങ്ങനെയാണോ ഉപയോഗിക്കണത് എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അവിടെ എന്തിനും ഏതിനും പട്ടാണ് ഉപയോഗിക്കാറ്. ഇപ്പോൾ എന്താ പറയുക, വളരെ അത്യാവശ്യമായിട്ട് പൂവെടുത്ത് കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ അത്ര അത്യാവശ്യമുള്ള ഉപദേവന്മാർക്ക് പൂവെടുത്ത് കൊണ്ടുപോകാൻ അത് കോടി വസ്ത്രമല്ലേ, അപ്പം അതിൽ പൊതിഞ്ഞ് വേണമെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതല്ല അങ്ങനെ എന്തെങ്കിലും നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് തോന്നാവുന്ന പല ഉപകാരങ്ങളും ഈ പട്ട് കൊണ്ടുണ്ട്. എന്നാൽ കണ്ണന് ചാർത്തിയ പട്ട് എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് ഇടയ്ക്ക് കിട്ടാറുണ്ട്. ഇത് ചാർത്തിയ പട്ടാണ് കേട്ടോ പറഞ്ഞിട്ട് ചിലർ കൊണ്ടുവന്ന് തരാറുണ്ട്. അത് ശ്രീലകത്ത് നിന്ന് നേരിട്ട് തരുന്നതാണ്. അങ്ങനെ ഒരു വഴിപാട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ല കേട്ടോ. നമുക്ക് ഷീട്ടാക്കി വാങ്ങാൻ പറ്റുന്ന തരത്തിലുള്ളതല്ല മഞ്ഞപ്പട്ട് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഭാഗ്യം പോലെ കിട്ടും, അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ചില സമയത്ത് നമ്മുടെ ഭാഗ്യമാണത് നമ്മുടെ കയ്യിൽ മഞ്ഞപ്പട്ട് കിട്ടുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ വിശ്വസിക്കുക അത് കണ്ണന് ചാർത്തിയ മഞ്ഞപ്പട്ടായിരിക്കും എനിക്ക് കിട്ടിയിട്ടുണ്ടാവുക എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുക. അതല്ല ചാർത്തിയ പട്ട് അല്ലാതെ നിങ്ങൾ വിളക്ക് തുടയ്ക്കുന്ന ആൾക്കാരുടെ കയ്യിൽ ചിലപ്പോൾ മഞ്ഞ തുണികൾ കാണാറുണ്ട്. ഇതൊക്കെ എന്താ വെച്ചാൽ എക്സസ് വരുന്നതാണ്. ഈ എക്സസ് വരുന്നത് എന്താ ചെയ്യുക, അവിടുത്തെ ആവശ്യങ്ങൾ ക്ഷേത്ര ആവശ്യങ്ങൾക്കായിട്ടാണ് ഉപയോഗിക്കണത്. ക്ഷേത്ര ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ നമ്മൾ ഓരോ സാധനങ്ങളും നടക്കിൽ വെക്കുന്നത്. അതോ അവിടെ അങ്ങനെ കുന്നുകൂട്ടിയിട്ടിരിക്കുന്ന സാധനങ്ങൾ മൊത്തമായിട്ട് എടുത്ത് കളയാണോ വേണ്ടേ? അല്ലല്ലോ. ഓരോന്നും ഓരോ ആവശ്യങ്ങൾക്കായാലും ഉപയോഗിക്കാമല്ലോ, ഉപയോഗിച്ച് കാണുക എന്നുള്ളതല്ലേ പ്രധാനം. എൻ്റെ ഒരു ചിന്ത അങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും തോന്നും അങ്ങനെയല്ല, ഞാൻ ആ വിഗ്രഹത്തിൽ ചാർത്താൻ വേണ്ടിയല്ലേ കൊടുത്തത്, അതല്ല അത് ഉപയോഗിച്ച് കളയാൻ വേണ്ടിയിട്ടാണോ കൊടുത്തത് എന്ന്. എല്ലാം ഒന്നും നമുക്ക് പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ, അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ കൺസിഡർ ചെയ്യണം.
എല്ലാ പട്ടുകളും ഉള്ളിലേക്ക് എടുത്ത് എല്ലാ പട്ടുകളും ചാർത്തി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കണ്ടന് പിന്നെ വേറെ ഒന്നും ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. പട്ടുകൾ ഇങ്ങനെ കൊണ്ടുവന്ന് ചാർത്തിക്കുക എടുക്കുക, ചാർത്തിക്കുക എടുക്കുക, ഇതിന് മാത്രമാവും സമയം. നിങ്ങളൊന്ന് നോക്കി നോക്കൂ, ഓരോ പൂജ കഴിഞ്ഞ് നേദ്യത്തിന്റെ സമയത്ത് ഭക്തജനങ്ങളെയൊക്കെ പുറത്തേക്ക് ആക്കുന്ന ഒരു സമയം ഉണ്ടല്ലോ, ആ സമയം കാവൽക്കാർ നമ്മൾ ഈ കൊണ്ടുവയ്ക്കുന്ന സാധനങ്ങൾ മുഴുവനായിട്ടും സോർട്ട് ഔട്ട് ചെയ്ത് പട്ടികളൊക്കെ ഒരു ചാക്കില്, അതുപോലെ കദളിപ്പഴം വേറെ, വെണ്ണ വേറെ, ഓടക്കോഴി വേറെ, മയിൽപ്പീലി വേറെ, ഇങ്ങനെ സോർട്ട് ചെയ്ത് പുറത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ടാവും. അവരെ അത്രയും എണ്ണം അവിടെ നിന്ന് പുറത്തുനിന്ന് ഈ വെണ്ണയൊക്കെ ഉപയോഗിക്കാൻ പാകത്തിന് മാറ്റുക, പട്ടൊക്കെ വേറെ ഉപയോഗത്തിന് മാറ്റുക, ഇങ്ങനെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണ്ടാവും. ഇത് മുഴുവൻ ചാർത്തിക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലോ. എന്തായാലും ഈ മഞ്ഞ തുണി തന്നെയാണ് മഞ്ഞപ്പട്ട് കണ്ണൻ്റെ എന്ന് പറയുന്നത് കേട്ടോ. അടുത്തതായിട്ട് സവിത, ചുറ്റുവിളക്ക് നടത്താൻ എത്ര നാൾ മുമ്പ് ഷീട്ടാക്കണം, മറുപടി തരണേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചുറ്റുവിളക്ക് ഇപ്പോൾ പ്രസന്റ്ലി ഫില്ലാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അത് ഏത് വർഷം വരെ എന്നുള്ളത് എനിക്ക് അറിയില്ല, ഞാനൊന്ന് അന്വേഷിച്ചിട്ട് പറയാം കേട്ടോ, ഏത് വർഷം വരെയാണ് ചുറ്റുവിളക്ക് ഷീട്ടാക്കിയുള്ളതെന്ന്. അല്ല, കൃഷ്ണനാട്ടം ഷീട്ടാക്കാൻ ഓൺലൈൻ ബുക്കിംഗ് എങ്ങനെയാണ്, ഇപ്പോൾ പറ്റുമോ, ലിങ്ക് ഷെയർ ചെയ്യുമോ, വേറെ നമ്പർ ഉണ്ടോ പറയണേ സൗദക്കുട്ടി എന്നാണ്. ഇനി വെറും 4 ദിവസം മാത്രമാണ് കൃഷ്ണനാട്ടങ്ങൾ. ഇന്നടക്കം 5 ദിവസമാണ്. 27, 28, 29, 30, 31 ഈ 5 ദിവസങ്ങളിൽ മാത്രമേ ഇനി കൃഷ്ണനാട്ടംകളി വഴിപാട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടത്തുന്നുള്ളൂ. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ കൃഷ്ണനാട്ടംകളി ഇല്ല. സെപ്റ്റംബർ മാസത്തിലെ പിന്നീട് തുടങ്ങുള്ളൂ. അപ്പൊ ഈ 5 ദിവസങ്ങളിൽ വരുന്നത് ബാണയുദ്ധം, അവതാരം, സ്വയംവരം, കാളിയമർദ്ദനം തുടങ്ങിയ കഥകളാണ്. ബാണയുദ്ധം തന്നെ 2 ദിവസമാണ് വരുന്നത് കേട്ടോ. 31-ാം തീയതി ബാണയുദ്ധമാണ് വരുന്നത്. അങ്ങനെ 2 ദിവസം ബാണയുദ്ധം, പിന്നെ സ്വയംവരം, കാളിയമർദ്ദനം, അവതാരം, ഇങ്ങനെ 5 കളികളാണ് ഈ വരുന്ന ദിവസങ്ങളിലെല്ലാം വരുന്നത്. ഇതല്ലാതെ വേറെ കളികളില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഷീട്ടാക്കണമെങ്കിൽ സെപ്റ്റംബർ 1-ാം തീയതി ഷീട്ടാക്കണം. അതല്ലെങ്കിൽ ഇനി വരുന്ന ഈ ദിവസങ്ങളിൽ, ഈ 4 ദിവസങ്ങളിൽ ഷീട്ടാക്കാൻ വേണമെങ്കിൽ അന്ന് രാവിലെ പറഞ്ഞാലും മതി കേട്ടോ. ഏത് ദിവസമാണ് ഷീട്ടാക്കേണ്ടത് വെച്ചാൽ അന്ന് രാവിലത്തെ നേരം പറഞ്ഞാലും മതി എന്നാണ് പറയാനുള്ളത്. ഇനി അത് ഓൺലൈൻ ബുക്ക് ചെയ്യാൻ എങ്ങനെയാണെന്ന് ഞാൻ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ നമുക്ക് വേണമെങ്കിൽ ഷീട്ടാക്കാൻ പറ്റും കേട്ടോ. വേറെ നമ്പർ ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഷീട്ടാക്കുന്ന നമ്പർ ഇല്ല കേട്ടോ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിളിച്ചു പറഞ്ഞ് ഷീട്ടാക്കുന്ന ഒരു സമ്പ്രദായം ഇല്ല. അടുത്തതായിട്ട് ഉഷായം എന്നൊരു ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. സവിത, ഇതിന് മറുപടി തരണേ. ഞാൻ എപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ വന്നാലും എവിടുന്ന് എൻ്റെ വിഷമങ്ങളെല്ലാം പറയണമെന്ന് വിചാരിച്ചിട്ട് വരും. അവിടെ വന്ന് എനിക്കൊന്നും പറയാൻ പറ്റില്ല. വീട്ടിൽ വന്നാൽ വിചാരിക്കും ഞാൻ എന്തിനാണ് പോയത്, ഭഗവാനോട് എൻ്റെ വിഷമങ്ങൾ പറയാനല്ലേ, എനിക്കൊന്നും അവിടെ പോയി പറയാൻ സാധിക്കുന്നില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? ഞാൻ ദിവസവും രാവിലെയും വൈകുന്നേരവും ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലാറുണ്ട്. നല്ല കാര്യമല്ലേ, ഒന്നും പറഞ്ഞില്ലെങ്കിലും നമ്മുടെ ശ്രീഗുരുവായൂരപ്പനെ എല്ലാം അറിയാലോ. എല്ലാവർക്കും ചിലപ്പോൾ ഇത് സാധിച്ചോളണമെന്നില്ല കേട്ടോ. ഞാനൊക്കെ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ പറയും പോയിട്ട്. പക്ഷെ നേരെ നിന്നുകൊണ്ട് ഗുരുവായൂരപ്പനെ കണ്ടാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. എനിക്കും പറയാൻ പറ്റില്ല, നിങ്ങൾക്കും പറയാൻ പറ്റില്ല, ആർക്കും പറയാൻ പറ്റില്ല. ആ ചിരി ഇങ്ങോട്ട് കണ്ടാൽ പിന്നെ നമുക്ക് എന്താ പറയാൻ തോന്നുക? ഉണ്ണീകൃഷ്ണ സന്തോഷമായിട്ടോ ഗുരുവായൂരപ്പ എന്ന് മാത്രമേ പറയാൻ തോന്നുള്ളൂ, വേറെ ഒന്നും പറയാൻ തോന്നില്ല. മഹാപ്രഭു, എനിക്ക് വളരെയധികം സന്തോഷമായിട്ടോ, എനിക്കിന്ന് കാണാൻ സാധിച്ചുല്ലോ, കണ്ടു നിറഞ്ഞു, മനസ്സ് നിറഞ്ഞു എന്നൊക്കെ തന്നെ പറയാൻ സാധിക്കുള്ളൂ. ഞാൻ പോയി പറയാറുള്ളത് പിന്നിലുള്ള വൈകുണ്ഠനാരായണനോട് ഓരോന്നും എണ്ണി 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 പറയാറുണ്ട്. എനിക്കത് വേണം, എനിക്കിത് വേണം, എനിക്കിത് ശരിയായില്ല, മറ്റേത് ശരിയായില്ല, ഇതാണ് എനിക്കിഷ്ടം, മറ്റേതാണ് എനിക്കിഷ്ടം, എന്താ എനിക്കിങ്ങനെ വന്നത്, എങ്ങനെ എനിക്ക് വരാൻ പാടൂ, ഞാനെന്താ വലിയ സംഭവമല്ലേ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അത് ആ പിന്നിൽ പോയി നിന്നിട്ടാട്ടോ പറയാറുള്ളത്. എന്തായാലും എവിടെ നിന്ന് പറഞ്ഞാലും ഉണ്ണികൃഷ്ണൻ അത് കേൾക്കാതിരിക്കില്ല. ഇത് തന്നെ സുധാമാവിൻ്റെ അനുഭവത്തിൽ പറയാറുണ്ടല്ലോ. കുചേലൻ പണ്ട് ഗുരുവായൂരപ്പനെ കാണാൻ ചെന്ന സമയത്ത് അനേകം ആവശ്യങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ഒന്നുപോലും അദ്ദേഹത്തിന് പറയാൻ തോന്നിയില്ല. അല്ല, പറയില്ല എന്ന് അദ്ദേഹം ഇവിടുന്ന് പോകുമ്പോഴേ പറഞ്ഞിരുന്നു കേട്ടോ ഭാര്യയുടെ അടുത്ത്, ഞാനൊന്നും അവിടെ പോയി ആവശ്യപ്പെടില്ല എന്ന്. അപ്പോൾ ആ ധർമ്മപത്നി എന്താ പറഞ്ഞ, ഒന്നും ആവശ്യപ്പെടണ്ട, അങ്ങ് ചെന്നാൽ മതി. ഉണ്ണിയെ കണ്ടാലറിയില്ലേ ഊരിലെ പഞ്ചം എന്ന് പറഞ്ഞ പോലെ അങ്ങേ കണ്ടിട്ട് മനസ്സിലാവാത്ത കൃഷ്ണനാണോ, എന്നാ പിന്നെ പറഞ്ഞിട്ട് മനസ്സിലാവില്ല എന്ന് തന്നെയായിരുന്നു അത്രേ ആ സഹധർമ്മിണിക്ക് പറയാനുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് ആചാര്യൻ എടുത്ത് പറയാറുണ്ട്. നമുക്ക് എണ്ണി 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 എന്ത് ആവശ്യം വേണമെങ്കിലും പറയാം. ഇനിയിപ്പോൾ നമ്മൾ ഒന്നും പറഞ്ഞില്ല വെച്ചാലും നമ്മുടെ ഉണ്ണികൃഷ്ണൻ അറിയാം വേണ്ടത് വേണ്ടപ്പോൾ വേണ്ട രീതിയിൽ നേരെയാക്കി തരാൻ.
അപ്പോൾ എല്ലാം അറിയണം ഉണ്ണികൃഷ്ണന്റെ മുമ്പിൽ സന്തോഷമായി ഗുരുവായൂരപ്പ എന്ന് പറയാൻ പറ്റിയാൽ അത് തന്നെയല്ലേ ഏറ്റവും വലിയ കാര്യം. അത് മതിയെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. അടുത്തതായിട്ട് ശശിധരൻ കെ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. സവിത ID ശശിധരൻ എന്നാണെന്നേ ഉള്ളൂ കേട്ടോ. സവിത ഹസ്ബൻഡിന്റെ ചേട്ടൻ മരിച്ചു, 1 മാസം ആവാറായി. ഞങ്ങൾക്ക് ഗുരുവായൂർ അമ്പലത്തിൽ കയറാൻ പറ്റുമോ? എൻ്റെ ഹസ്ബൻഡിനും അമ്മയ്ക്കും 1 വർഷം കഴിഞ്ഞ് അമ്പലത്തിൽ കയറാൻ പാടുള്ളൂ എന്ന് ഓരോരുത്തർ പറയുന്നു. എനിക്ക് റിപ്ലൈ തരുമോ പ്ലീസ്? അമ്മ അടുത്ത മാസം തിരികെ പോകും, അതിന് മുന്നേ വരാനാണ്. തീർച്ചയായിട്ടും വരാം. നമുക്ക് പുലയോ വാലായ്മയോ ഉണ്ടെങ്കിൽ മാത്രമാണ് വരാൻ പാടില്ലാത്ത, അല്ലാത്ത ഏത് സമയത്തും നമുക്ക് വരാം. 41 കഴിയണമെന്നും 1 വർഷം കഴിയണം എന്നുള്ളതും നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആചരിക്കാം എന്ന് മാത്രം. 1 വർഷം കഴിഞ്ഞാലേ പുറത്തിറങ്ങുള്ളൂ എന്ന് പല ഭാര്യമാരും ഭർത്താക്കന്മാരും മരിച്ചാൽ അങ്ങനെ ഒരു ശപഥം ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ അകാല മൃത്യു നേരിടുന്ന ആൾക്കാരുടെ അടുത്ത ബന്ധുക്കൾ പറയാറുണ്ട്, 1 വർഷത്തേക്ക് ഞാൻ ഒന്നിനും പങ്കെടുക്കില്ല, ഒരാഘോഷത്തിലും പങ്കെടുക്കില്ല, വീടിന് പുറത്തിറങ്ങില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരുന്നത് ആഘോഷങ്ങളിൽ പങ്കെടുക്കാനോ അതല്ലെങ്കിൽ ഒന്നിനും വേണ്ടിയല്ല. നമ്മുടെ ഉണ്ണികൃഷ്ണനെ ഒന്ന് കണ്ട് ആ ഒരു സങ്കടം പറഞ്ഞാൽ നമുക്ക് സന്തോഷമാവും, നമ്മുടെ മനസ്സിന്റെ ഭാരം പകുതിയോളം കുറയും. ഇതാണ് നമ്മുടെ ഒരു മനസ്സിന്റെ ചിന്ത അല്ലെ. ആ ഒരു ചിന്തയോടുകൂടി ഉണ്ണികൃഷ്ണനോടല്ലാണ്ട് ആരോടാ നമ്മുടെ വിഷമം പറയാം? എൻ്റെ അമ്മയൊക്കെ അച്ഛൻ മരിച്ചിട്ട് 41 ദിവസം കഴിഞ്ഞിട്ടേ പുറത്തിറങ്ങുള്ളൂ എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ആദ്യം പോയത് ഉണ്ണികൃഷ്ണന്റെ അടുത്തേക്കാണ്. ഒന്നും പറയാനില്ല, മുഖത്തേക്ക് നോക്കി ഉറക്കെ കരയാനേ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് പുലയോ വാലായ്മയോ അശുദ്ധിയോ ഇല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരാൻ ഒരു വിലക്കും ഇല്ല കേട്ടോ. അടുത്തതായിട്ട് നാരായണീയം ഗുരുമുഖത്ത് നിന്ന് തന്നെ പഠിക്കണോ, യൂട്യൂബിൽ കേട്ട് പഠിക്കാമോ? ഞാൻ പറഞ്ഞിട്ടുള്ള ആൻസറാണ്. നിങ്ങൾക്ക് ഏത് മാധ്യമത്തിലൂടെയും നാരായണീയം പഠിക്കാം. അതിന് ഇന്ന ദൃശ്യമാധ്യമം ഇന്ന ശ്രവ്യ മാധ്യമം എന്നൊന്നുമില്ല. ഗുരുമുഖത്ത് നിന്ന് നേരിട്ട് പഠിക്കണം എന്നും ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ ഫോളോ ചെയ്ത് പഠിക്കാവുന്നതാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഇത് പറഞ്ഞപ്പോൾ എന്നെ ചീത്ത പറയുന്നുണ്ടോ പോലെ ഒരു മെസ്സേജ് വന്നിരുന്നു. സവിത പറഞ്ഞു പറ്റിക്കാണല്ലേ, ഇപ്പൊ ഞങ്ങളോട് പറയാല്ലേ വേറെ ഓരോ ചാനൽ റെഫർ ചെയ്തോളാൻ, സവിതയിലെ പറഞ്ഞ് പഠിപ്പിക്കാം, എന്നിട്ട് എന്താ പഠിപ്പിക്കാത്തതെന്ന് വെച്ചിട്ട് ക്ലാസ് നമുക്ക് തുടങ്ങാം കേട്ടോ. അടുത്തതായിട്ട് ദേവയാനി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, ഗുരുവായൂരിൽ തുലാഭാരത്തിന് ബുക്ക് അവൈലബിൾ ആണോ? അതർവൈസ് വി ഹാവ് ടു ഗെറ്റ് ഫ്രം ഔട്ട്സൈഡ്. ബുക്ക് ഇവിടെ കിട്ടൂ കേട്ടോ. ബുക്ക് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരേണ്ട ഒരു ദ്രവ്യമല്ല, ഇവിടെ ലഭ്യമായ ദ്രവ്യം തന്നെയാണ് കേട്ടോ. അടുത്തതായിട്ട് ഇൻഫിനിറ്റി ഒഫീഷ്യൽ എന്ന ID-യിൽ നിന്നാണ്. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ, സവിത ഞാനൊരു സംശയം ചോദിക്കുന്നു. കടം തീരാൻ ഗുരുവായൂരപ്പനെ എന്ത് വഴിപാടാണ് നടത്തേണ്ടത്? എത്ര കിട്ടിയിട്ടും മതിയാവുന്നില്ല, തെളിയുന്നില്ല എന്നാണ് പറയുന്നത്. ഗുരുവായൂരപ്പന് അവിൽ നിവേദ്യം ഷീട്ടാക്കിക്കോളൂ, അല്ലെങ്കിൽ പാക്കറ്റ് അവിൽ വാങ്ങി ഗുരുവായൂരപ്പന് കൊണ്ടുവന്ന് സമർപ്പിച്ചോളൂ കേട്ടോ. അടുത്തതായിട്ട് നമസ്കാരം സവിത, എനിക്ക് മകന് വേണ്ടിയാണ് ഗുരുവായൂരപ്പന് ഒരു സ്വർണ്ണ പൊട്ട് സമർപ്പിക്കണമായിരുന്നു. എവിടെയാണ് സമർപ്പിക്കേണ്ടത്? റെസിപ്റ്റ് എടുക്കണോ? റെസിപ്റ്റ് ഒന്നും എടുക്കണ്ട, നേരെ കൊണ്ടുവന്ന് നമുക്ക് ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കാനാണ് അവർ പറയുക. ചാർത്തി കാണണം എന്നുണ്ടെങ്കിൽ മേൽശാന്തിയുടെ അടുത്ത് കൊണ്ടുപോയി, അതായത് നാലമ്പലത്തിനകത്ത് കടന്ന് ഗണപതിയെ തൊഴുത് പ്രദക്ഷിണമായിട്ട് വരുമ്പോൾ അവിടെ മേൽശാന്തി പ്രസാദം കൊടുക്കാൻ ഇരിക്കുന്നുണ്ടാവും. ഇൻ കേസ് മേൽശാന്തി അല്ലെങ്കിൽ ഓദിക്കന്മാർ, അപ്പോൾ ഓദിക്കന്മാരുടെ മേൽശാന്തിയുടെ അടുത്ത് കൊണ്ടുപോയി ചെന്ന് ഇതൊന്ന് ചാർത്തി കാണിച്ചു തരുമോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം അത് വാങ്ങി കൊണ്ടുപോയി ശ്രീ ഗുരുവായൂരപ്പനെ ചാർത്തുന്ന സമയത്ത് നമുക്ക് തിരിച്ച് അദ്ദേഹത്തിന്റെ കൂടെ ഇവിടേക്ക് തന്നെ വരാട്ടോ, കാണിച്ചു തരുന്നതാണ്. കണ്ടു കഴിഞ്ഞാൽ അത് നമ്മളെ തന്നെ അദ്ദേഹം തിരിച്ചേൽപ്പിക്കും. അപ്പോൾ അദ്ദേഹത്തിന് ദക്ഷിണ കൊടുത്ത് നമ്മളത് വാങ്ങിയിട്ട് അത് ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുക. അങ്ങനെയാ വേണ്ട, പ്രത്യേകിച്ച് റെസിപ്റ്റ് എടുക്കാനുള്ളതൊന്നുമില്ല കേട്ടോ. നോക്കൂ, ഗുരുവായൂർ അമ്പലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇവിടെ എന്ത് കാര്യം നമ്മൾ കൊണ്ടുവരികയാണെങ്കിലും അത് നമുക്ക് സമർപ്പിക്കാം. അതിന് പ്രത്യേകിച്ച് നമ്മൾ വേറെ ഒരു റെസിപ്റ്റും എടുക്കേണ്ടതായിട്ട് ഇല്ല കേട്ടോ. അടുത്തതായിട്ട് ചേച്ചി, ഞാൻ വല്ലാത്തൊരു മാനസിക വിഷമത്തിലാണ്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷമാകുന്നു. കല്യാണം കഴിഞ്ഞ് 9 മാസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ അമ്മ മരണപ്പെട്ടു. പിന്നെ കുറേ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ, കുട്ടിയുടെ വിഷമങ്ങൾ. ആ വീട്ടിൽ 6 പേരടങ്ങുന്ന ഒരു കുടുംബം, അതിൽ പെണ്ണായിട്ട് ഒരു കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കുട്ടി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് നിന്ന് നോക്കി. അതിനുശേഷം ഭർത്താവിൻ്റെ സഹോദരന്മാരെ ഓരോരുത്തരും കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ശരിക്കും ഒരു കറിവേപ്പില പോലെ ആയി എന്നുള്ളതാണ് ആ കുട്ടിയുടെ ഒരു വിഷമം ഉള്ളത്. എവിടെയെങ്കിലും വീട് വാങ്ങാൻ പറഞ്ഞാൽ ചേട്ടൻ കേൾക്കുന്നില്ല. വേറൊരു വീട്ടിലേക്ക് മാറി താമസിക്കാൻ അദ്ദേഹത്തിന് കുടുംബ ഓഹരിയിൽ വീട് വെക്കാനാണ് ആഗ്രഹം എന്ന് പറയുന്നു. സ്വന്തമായി വീടുണ്ടാക്കാൻ ഗുരുവായൂരപ്പനോട് പറയാത്ത ഒരു ദിവസമില്ല. 3 തവണ വന്നപ്പോഴും വീട് എടുത്തു വെച്ച് പ്രാർത്ഥിച്ചു.
ഒരുപാട് വിഷമമുണ്ട്. വീട് നടക്കാനും പിന്നെ മൊത്തത്തിൽ ഒരു മാനസിക പ്രയാസം. എന്താ വെച്ചാൽ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ എന്ന് നമ്മൾ കരുതി ഒരുപാട് ലൈഫിൻ്റെ ഒരു നല്ല ഭാഗം അവിടെ ചെലവഴിച്ചിട്ടും ഒരു റിട്ടേൺസ് കിട്ടിയില്ല എന്നുള്ളതാണ് ഒരു പരാതിയായിട്ട് പറയണേ. നമുക്ക് ഇന്നത്തെ കാലത്തെ മനുഷ്യരിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. പണ്ടത്തെ കാലത്തൊക്കെ പറയും മക്കളെ കൊണ്ടും മാമ്പൂ കൊണ്ടും കൊതിക്കരുത് പറയണ കേൾക്കാറില്ലേ? മാമ്പൂ കൊണ്ട് കൊതിക്കരുത് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മാങ്ങ നല്ലോണം പൂവിട്ട് മാവ് വിരിഞ്ഞു, പൂക്കൾ വിരിഞ്ഞു വെച്ചാലും അതെല്ലാം മാങ്ങയായിട്ട് നമ്മുടെ കൈ കിട്ടും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. കാരണം എപ്പോൾ വേണമെങ്കിലും മഴ പെയ്ത് ആ മാമ്പൂവൊക്കെ കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം മാങ്ങയായി കിട്ടണമെന്ന് നിർബന്ധമില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതേപോലെയാണ് മക്കളെ വളർത്തിയിട്ട് ഒരു കാര്യമില്ല. വളർന്നു വലുതായി അവരവരുടെ കാര്യം നോക്കി പോകും. നമ്മുടെ ഇഷ്ടത്തിനൊന്നും അവരെ കിട്ടില്ല എന്നാണ് പണ്ടുള്ള ആൾക്കാർ പറയാറുള്ളത്. ഇവിടെ മോനിരിക്കുന്നു, ഞാൻ അതാണ് മക്കളുടെ കാര്യം പറയുമ്പോൾ മോനെ നോക്കണം. അപ്പോൾ അതാണ് പണ്ടുള്ള ആൾക്കാർ പറയുന്നത്. ഇതേമാതിരി തന്നെയാണ് ഇപ്പോൾ മക്കൾ, അമ്മ അങ്ങനെയൊന്നുമില്ല. ഏത് ബന്ധത്തിലും ഒരു പരിധിയിലധികം ആത്മാർത്ഥത ഞാൻ കാണിച്ചിട്ടും എനിക്ക് തിരിച്ചു കിട്ടിയില്ല എന്നാണ് ഈ പറഞ്ഞ ഭക്തയ്ക്ക് പറയാനുള്ളത്. ഒരു പരിധിയിലധികം ആത്മാർത്ഥത അർഹിക്കുന്ന ഒരേ ഒരു ബന്ധമേ ഉള്ളൂ നമ്മൾ കൃഷ്ണാര്യമിത്രങ്ങൾക്ക്. അത് ഭഗവാൻ ഗുരുവായൂരപ്പനുമായിട്ടുള്ള ബന്ധമാണ്. വേറെ ആരെ നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ സ്നേഹിച്ചാലും വിശ്വസിച്ചാലും നമ്മൾ വിഡ്ഢിയാക്കപ്പെടുകയുള്ളൂ. നോക്കൂ, നമ്മൾ വിശ്വസിച്ച് കൊണ്ടു നടക്കുന്ന ഒരാൾക്കാർക്ക് നമ്മളെ ശരിക്കും അവരോടുള്ള സ്നേഹം കൊണ്ടാണ്, അവരോടുള്ള വിശ്വാസം കൊണ്ടാണ് എന്നുള്ളതല്ല അവർ റീഡ് ചെയ്യുന്നത്. അവർ റീഡ് ചെയ്യുന്നത് ഇതൊരു വിഡ്ഢിയാണ്, ഇവളെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പറ്റിക്കാം, നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അവരോടുള്ള സ്നേഹം കൊണ്ട് മറ്റൊരാൾ, ഇപ്പോൾ ഇത് കണ്ടു നിൽക്കുന്ന ഒരു തേർഡ് പേഴ്സൺ നമ്മുടെ അടുത്ത് വന്ന് പറയുകയാണ് ഒന്ന് സൂക്ഷിച്ചോളൂ കേട്ടോ, ആ വ്യക്തിയെ ഒന്ന് സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞാലും നമ്മൾ കേൾക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അയ്യോ അത് എൻ്റെ ആളല്ലേ, എൻ്റെ സ്വന്തം അല്ലേ എന്നൊക്കെ നമുക്ക് തോന്നുന്ന കാരണം നമുക്ക് ഒരിക്കലും അവർ പറഞ്ഞൊന്നും വിശ്വാസമാവില്ല. നമ്മൾ പിന്നെയും ഇങ്ങനെ അന്ധമായിട്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കും. ഇത് ഒരു വിഭാഗം ആളുകളുടെ ഒരു ബുദ്ധിമോശം എന്നേ പറയാനുള്ളൂ. എന്നാൽ മറുവിഭാഗത്തിനോ അവർക്കാണ് ശരിക്കും ബുദ്ധിമോശമുള്ളത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒരാൾ നമ്മളെ സ്നേഹിക്കുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് അവരെ കൂടെ നിർത്താനുള്ള ബുദ്ധി കാണിക്കാത്ത അവർ തന്നെയാണ് പടുവിഡ്ഢി ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ അതൊക്കെ സ്മാർട്ട്നെസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. നമ്മളെ ഇങ്ങനെ വിഡ്ഢികളാക്കുന്നത് ഒരു സ്മാർട്ട്നെസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. നമ്മൾ ഒരിക്കലും അതിനൊരു ഇമ്പോർട്ടൻസും കൊടുക്കണ്ട. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചതി പറ്റാത്തതായിട്ട് ആരും ഉണ്ടാവില്ല, ഒരു മനുഷ്യൻ പോലും ഉണ്ടാവില്ല. ഒരിക്കലെങ്കിലും ചതി പറ്റാത്തവരായിട്ട് കിട്ടി അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വഴിക്ക് വരുള്ളൂ. ഇത് ആചാര്യൻ പറഞ്ഞ പോലെ കൈവച്ച് ഇങ്ങനെ തടയൂത്രേ നമ്മുടെ ഉണ്ണികൃഷ്ണൻ. നമുക്ക് നേരെ വരുന്ന ഓരോ അപകടത്തിനെയും ഓരോ ചതിയെയും കൈവച്ച് ഇങ്ങനെ തടയും. കുഞ്ഞു കുട്ടികളെ ഇങ്ങനെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുക? കൊതറും ഓടും നിലത്ത് കിടന്ന് ഉരുളും ഒക്കെ ചെയ്യില്ലേ? ഇതേമാതിരി നമ്മളും വാശി പിടിക്കത്രേ ഉണ്ണികൃഷ്ണന്റെ ആ കൈ തട്ടി മാറ്റാൻ ശ്രമിക്കും തോറും ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ മുറുക്കി പിടിക്കും. വല്ലാതെ ബഹളം വെച്ചാലോ കൈ ഒന്നിങ്ങനെ ലൂസാക്കും. ഈ ലൂസാക്കുന്ന സമയത്താണ് നമുക്ക് നേരെ വരുന്ന എല്ലാ അപകടങ്ങളും വരിക. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? വേഗം ഉണ്ണികൃഷ്ണന്റെ കൈ തന്നെ മുറുകി പിടിക്കും, ബാക്കിലേക്ക് തന്നെ പോകും. ഇത് ആചാര്യൻ പറഞ്ഞു തന്നിട്ടുള്ളതാട്ടോ. ഇങ്ങനെ തന്നെയാണ് നമുക്കും. നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ ആത്മാർത്ഥത കാണിക്കുന്നുണ്ടെങ്കിൽ ഒരേ ഒരു ശക്തിയോട് മാത്രം കാണിക്കുക. ശ്രീ ഗുരുവായൂരപ്പനോട് മാത്രം മതി നമുക്ക് ആ ആത്മാർത്ഥമായ സ്നേഹം, ആ എന്താ പറഞ്ഞ അലിഞ്ഞു ചേരല്. അത് ഭഗവാനോട് മാത്രം മതി. ഞാനും ഭഗവാനും ഒന്നാണ്, ഞാനും ഭഗവാനും രണ്ടല്ല. ഈ ഒരു തോന്നലോടുകൂടി ഭഗവാനെ മാത്രം സ്നേഹിക്കൂ, ജീവിതം വളരെ ധന്യമായി തീരും. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളെ എടുത്തിട്ടുള്ളൂ. കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.